ഇവർ വിവാഹിതരായി. ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അഞ്ജന കൂട്ടുകാരനായ റോയിയോട് ബാറിലെത്തിയിരിക്കുകയാണ്. അപ്പം റോയി പറയുന്നുണ്ട്, നീ ആ വിവാഹത്തിന് സമ്മതിച്ചത് ശരിയായില്ല, നീ എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അത് വിവാഹം അത് എൻ്റെ ആവശ്യമാണ്, എല്ലാവരുടെ മുന്നിൽ ഒരു നാടകം. പക്ഷേ നീ എപ്പോഴും എൻ്റെ ഫ്രണ്ടായിട്ട് തന്നെ, ഫ്രണ്ടിനപ്പുറത്ത് നമ്മുടെ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് അഞ്ജന പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാതെ പറഞ്ഞില്ലല്ലോ, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തുള്ള ബന്ധം അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയാണ്. അപ്പോൾ റോയി പറയുന്നുണ്ട്, അത് മതി, നീ എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാതിരുന്നാൽ മതി, വിവാഹം അത് നിൻ്റെ ഇഷ്ടം, നീ എന്നെ വിവാഹം കഴിക്കണമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തുള്ള ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് റോയി പറയുന്നുണ്ട്. അപ്പം അഞ്ജന പറയുന്നുണ്ട്, അതിൽ നീ ഒന്നും വിഷമിക്കേണ്ട, എൻ്റെ നിൻ്റെയും ബന്ധം അത് എപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് അഞ്ജന വാക്ക് കൊടുക്കുവാണ് റോയിലൂടെ. അതിനുശേഷം രണ്ടുപേരും കൂടി നിന്ന് നന്നായിട്ട് കള്ളു കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുവാണ്. കയ്യിലൊരു ബിയർ കുപ്പിയുണ്ട് അഞ്ജനയുടെ കയ്യിൽ. ഈ സമയത്ത് ആ വഴി പോകുന്ന ഭൂമിയാണെങ്കിൽ പെട്ടെന്ന് മുന്നിലേക്കൊരു കുടിയൻ വന്ന് ചാടുന്ന കാരണം പെട്ടെന്ന് സ്കൂട്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് അയാളോട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തുവാടോ ഒരു ബോധമില്ലാതെ ഈ രാത്രിയിൽ പോകുന്നത്, വണ്ടിയുടെ മുന്നിലേക്കാണോ ചാടുന്നതിനൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അയാൾ സോറിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴാണ് അഞ്ജനയും റോയും കൂടെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന കാണുന്നത്. പെട്ടെന്ന് ഭൂമി ഞെട്ടിപ്പോകുന്നുണ്ട്. അത് അഞ്ജനയല്ലേ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അഞ്ജലിയും റോയി ആണെങ്കിൽ കെട്ടിപ്പിടിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് ബിയർ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അഞ്ജനയ്ക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അഞ്ജന വിചാരിക്കാണ്ട് അവളുടെ വിവാഹം ഉറപ്പിച്ചാണ്, ഞാൻ വിചാരിച്ചതിനേക്കാക്കി ഫ്രോഡാണോ അഞ്ജന, അജയ് സാറിനെയും ആ മുത്തശ്ശിയെയും എല്ലാവരും ഇവൾ പറ്റിക്കുകയാണോ എന്നൊക്കെ അഞ്ജന വിചാരിക്കുന്നുണ്ട്. വീണ്ടും അഞ്ജന അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. രണ്ടുപേരും കൂടുതൽ അടുത്ത് പെരുമാറുന്നതൊക്കെ ഭൂമി ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ പക്ക ഫ്രോഡാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ബൈക്കിൽ കയറി രണ്ടുപേരും കൂടെ പോവുകയാണ്. അഞ്ജനയാണെങ്കിൽ റോയിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അഞ്ജന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളാണെങ്കിൽ ആ അജയ് സാറിനെയും കുടുംബത്തെയും ചതിക്കുകയാണ്, ഇവളൊരു വാശിപ്പുറത്ത് മാത്രമാണ് അജയ് സാറിനെ കെട്ടുന്നത്, അല്ലാതെ ഇവക്ക് അജയ് സാറിനോടൊരു സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല എന്നിങ്ങനെ ഭൂമി വിചാരിക്കുകയാണ്. അതിനുശേഷം ഭൂമി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സൗഭാഗ്യപുരത്താണെങ്കിൽ ജോലിയും കഴിഞ്ഞ് അജയ് വരികയാണ്. അജയ് വരുന്നത് കാണുമ്പോൾ തന്നെ അഞ്ജന അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പം അജയ് എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അപ്പം അജയ് ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ അഞ്ജനെ തള്ളി മാറ്റിയിടം കയറിപ്പോവാണ്. അത് അഞ്ജനയ്ക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അഞ്ജന വിചാരിക്കുന്നുണ്ട്, ആ ഭൂമിയുടെ പുറകെ നടക്കുന്നത് കൊണ്ടാണ് ഇവന് എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലെന്നാണ് അഞ്ജന വിചാരിക്കുന്നത്. അതിനുശേഷം റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് അവിടെ ഇരിക്കുമ്പോഴും അജയ് അതിനെക്കുറിച്ചും പണ്ട് ഞാൻ എനിക്ക് മോതിരമിട്ട കാര്യവും രണ്ടുപേരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അഞ്ജനയാണെങ്കിൽ ഭവാനി അടുത്ത് എന്ന് പറയുന്നുണ്ട്, അമ്മേ നാളെ തന്നെ ആ ഭൂമിയെടുത്ത് ആ വീട്ടിൽ പോയി കല്യാണം വിളിക്കണം, അവളെ വിളിക്കുമ്പം അവളുടെ മുഖത്ത് വരുന്ന ആ വിഷമം എനിക്ക് കാണണം. ഇപ്പോഴും അജയ് അവളുടെ പുറകെ തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്. എന്നെ കണ്ട ഒരു മൈൻഡ് പോലും അവൻ ചെയ്യാറില്ല. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നാൽ പോലും അവൻ എന്നോട് സംസാരിക്കത്തില്ല. പിന്നെ മുത്തശ്ശിക്ക് വേണ്ടി മാത്രമാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, നീ ഇപ്പം അതൊന്നും നോക്കണ്ട, ഈ വിവാഹം നടക്കുക അത് മാത്രമാണ്, അതിനുശേഷം അവനെ നമ്മുടെ വരുതിയിലാക്കാം എന്നൊക്കെ ഭവാനി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്തായാലും നാളെ തന്നെ ആ ഭൂമിയുടെ വീട്ടിൽ പോയി നമുക്ക് അവളെ വിവാഹത്തിന് വിളിക്കണമെന്ന് പറയാണ്. അങ്ങനെ ഭവാനി ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർ കൂടെ പോകാമെന്ന്. ഈ സമയത്ത് അഞ്ജനയാണെങ്കിൽ രാവിലെ തന്നെ കോഫി ഷോപ്പിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിൽ മുന്നിൽ വന്നിട്ട് പറയാണ്, അച്ഛാ അജയ് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനറിയാലോ, സാർ എന്നോടൊരു സഹായം ചോദിച്ച് ആദ്യം സഹായിക്കാമെന്ന് പറഞ്ഞ് പിന്നെ മുത്തശ്ശിയുടെ കാര്യവും അഞ്ജനയുടെ കാര്യമൊക്കെ ആലോചിച്ചപ്പം എനിക്കത് പറ്റത്തില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. പക്ഷേ ഇപ്പം വീണ്ടും അതൊന്നും കൂടെ ചിന്തിക്കണമെന്ന് എനിക്കൊരു സംശയം എന്ന് പറയുകയാണ്. ആ അഞ്ജന വിചാരിച്ച പോലൊന്നുമല്ല, അവൾ അജയ് സാറിനെ പറ്റിക്കുകയാണ്, അവൾ സാറിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സാറിനെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് എന്നൊക്കെ ഭൂമി ഇങ്ങനെ അച്യുതൻ്റെ ഫോട്ടോ നോക്കി പറയാണ്. ഈ സമയത്താണ് പുറത്തൊരു കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അതിൽ അഞ്ജനയായിരുന്നു. അഞ്ജന നേരെ അങ്ങ് ഭൂമിയുടെ വീട്ടിനകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ഭൂമിയാണെങ്കിൽ ആരാ വന്നതെന്ന് വെച്ച് നോക്കാനായിട്ട് വരുമ്പം അഞ്ജന. അപ്പം അഞ്ജനയെ കാണുമ്പോൾ ഭൂമിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഉടനെ അഞ്ജന വന്നിട്ട് പറയാണ്, എൻ്റെ വിവാഹം ക്ഷണിക്കാനാണ് വന്നത്, അജയും എൻ്റെ വിവാഹമാണ്, അതിൻ്റെ ക്ഷണക്കത്ത് തരാനാണ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ക്ഷണക്കത്ത് നീട്ടുകയാണ്. അപ്പം അതുപോലെ ഭൂമി അത് വാങ്ങിച്ചിട്ട് ആ കത്തൊക്കെ നോക്കുന്നുണ്ട്. അല്ല അജയുടെ പുറവേ നീ ഇങ്ങനെ എപ്പോഴും തൂങ്ങി നടക്കുന്ന
കാണുന്നുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതുപോലൊരു വീട്ടിൽ കിടക്കുന്ന നീ അജയുടെ പുറകെ നടക്കുന്നതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ സ്വത്തും സമ്പാദ്യമൊക്കെ കണ്ടാണ് നടക്കുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായി. പിന്നെ നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ വിവാഹം ക്ഷണിക്കാൻ കാരണം എന്താണെന്നറിയാവോ? നീ എപ്പോഴും അജയുടെ പുറകെ തന്നെയാണ്, അത് എനിക്കറിയാം. ഇനി നിനക്ക് ഒരിക്കലും അജയ് കിട്ടത്തില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ നിൻ്റെ മുഖത്തെ ആ വിഷമം അതെനിക്ക് നേരിട്ട് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ കല്യാണം ക്ഷണിക്കാൻ വന്നതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല കുടുംബത്തിലെ ആൺപിള്ളേരെ കാണുമ്പോൾ തന്നെ വലവേശി പിടിക്കുന്ന ചില വൃത്തികെട്ട പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. അതുപോലെയാണ് നീ അജയെ കണ്ടപ്പം അജയ് അങ്ങ് വലവേശി പിടിക്കാമെന്ന് വിചാരിച്ച് അവിടുത്തെ സ്വത്തും സമ്പാദ്യം എല്ലാം കണ്ടിട്ട്. ഇത് കേൾക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ പറയാതെ അഞ്ജനയെന്ന് പറയാണ്. ആവശ്യമില്ലാത്തയോ? നീ ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മയെ ഒരു അഴിഞ്ഞാട്ടക്കാരിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭൂമി പറയുന്നുണ്ട്, നിനക്ക് വിവാഹം ക്ഷണിക്കാൻ വന്ന് അത് വിവാഹം ക്ഷണിച്ച് നിനക്ക് പോകും, അല്ലാതെ എന്നെയും എൻ്റെ കുടുംബക്കാരെയും പറയാനാണ് നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിൻ്റെ കാര്യം അതെനിക്ക് നന്നായിട്ടറിയാം. കുടിച്ച് കൂത്താടി നടക്കുന്ന പല ആൺപിള്ളേരായിട്ട് നടക്കുന്ന കാര്യമൊന്നും നീ വിചാരിക്കുന്ന ആർക്കും അറിഞ്ഞൂടാന്നോ? ഞാൻ കണ്ടിട്ടുണ്ട് നീ പലയിടത്തും കുടിച്ച് നടക്കുന്ന കാര്യം. അത് മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാവോ? നീ ഈ പറഞ്ഞ വിവാഹം മുടങ്ങും. അത് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ജന ഞെട്ടുന്നുണ്ട്. നീ എന്താടി പറഞ്ഞേ? ഞാൻ സത്യമുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് ഭൂമി പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് നീ പല ആൺപിള്ളേരുമായിട്ട് കുടിച്ച് നടക്കുന്നത്, അതിൻ്റെ തെളിവ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. അതിനുശേഷം പുറത്ത് വന്ന് അവിടെ കിടക്കുന്നൊരു കല്ലെടുക്കുന്നുണ്ട് ഭൂമിയുടെ വണ്ടിയുടെ ചില്ല് തല്ലി പൊട്ടിക്കാൻ. അപ്പോൾ തന്നെ ഭൂമി പുറവേ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ആ കല്ലുമായിട്ട് വരുന്ന അഞ്ജനയുടെ മുന്നിലേക്ക് അവിടെ കിടന്നൊരു വലിയ വടിയെടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വണ്ടിയുടെ ചില്ലങ്ങണം അടിച്ച് പൊട്ടിച്ച് ഇത് വെച്ച് നിന്നെ തല്ലുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരാൾ കല്ലും എടുത്ത് ഒരാൾ കമ്പും എടുത്ത് ഇങ്ങനെ അടികൂടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭവാനി ഇറങ്ങി വരുന്നുണ്ട്. അഞ്ജന എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുവാ കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. മമ്മി ഇവള് പറയുന്നത് കേട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉടനെ ഭവാനി പറയുന്നുണ്ട്, ഇവക്ക് എന്ത് വേണമെങ്കിലും പറയാം, അവളുടെ കൂട്ടത്തിലല്ലോ നമ്മൾ. അവൾക്ക് അജയ് നഷ്ടപ്പെടുന്നതിൻ്റെ സങ്കടത്തിൽ പലതും പറഞ്ഞു കാണും, നീ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവളും ഇവളുടെ കുടുംബവും എല്ലാം എങ്ങനെയുള്ളവരാണെന്നറിയാമല്ലോ. അച്ഛനെ സ്വന്തം അമ്മ തന്നെ കൊന്ന്, അങ്ങനെയുള്ളൊരു കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എന്ന് അഞ്ജനയെടുത്ത് ഭവാനി പറയുന്നുണ്ട്. അങ്ങനെ ഭവാനി ഭൂമിയെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ഭവാനി പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് ഇവളായിട്ട് കിടന്ന് അടി കൂടുന്നതിനാ? നിൻ്റെ വിവാഹമല്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളും മാത്രം ചിന്തിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഭവാനി അഞ്ജനയും വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അച്ഛനെയും അമ്മയും പറഞ്ഞപ്പോഴത്തേക്ക് ഭൂമി സങ്കടത്തോടെ ചെയ്യാണ്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അഞ്ജനയും ഭവാനിയും അങ്ങ് കയറി പോവുകയാണ്. ഭൂമി ഇങ്ങനെ അവരെ നോക്കി വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്.